നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിനാൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് വിലക്കേർപ്പെടുത്തി CITU പ്രവർത്തകർ. കാട്ടായിക്കോണം സ്വദേശിനിയായ രജനിയെയാണ് ഓട്ടോ ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് വിലക്കിയത്. കാട്ടായിക്കോണം സ്റ്റാൻഡിൽ ഇനി ഓട്ടോ ഓടിക്കേണ്ടെന്നാണ് CITU പ്രവർത്തകരുടെ ഭീഷണി. ചുമട്ടുതൊഴിലാളിയായ സഹോദരൻ രാജേഷ് ജോലിക്ക് കയറേണ്ടെന്നും ഭീഷണിയുണ്ട്. കേരളം പോലീസ് ഗുണ്ടാരാജ് സംസ്ഥാനമായി മാറിയതിന്റെ ഉത്തരവാദി പിണറായി വിജയനാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഇത് ആസ്വദിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് സാഡിസ്റ്റ് മുഖമാണ്. ഭീകര താണ്ഡവമാടാൻ പോലീസിന് നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ്. പോലീസ് പിടിച്ചുവെച്ച കുട്ടികളെ തല്ലാൻ വരുന്ന ഗൺമാൻ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും കോൺഗ്രസ് രാഷ്ട്രീയ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് മാർച്ചിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത് അസാധാരണ നീക്കമാണ്. FIRലുള്ള ഉദ്യോഗസ്ഥനെ സുരക്ഷാ ഡ്യൂട്ടിയിൽ നിയോഗിക്കാൻ പാടില്ല. സംസ്ഥാന പോലീസ് മേധാവി എന്ത് ചെയ്യുകയാണ്? കേരളത്തിൽ ഗൺമാൻ ഇപ്പോൾ VIP ആണ്. പൂർണ്ണ സംരക്ഷണം നൽകുകയാണ് സർക്കാർ. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ വരെ കേസ് എടുത്തിരിക്കുകയാണ്. ദില്ലിയിൽ മോദി കേസെടുക്കുന്നു, കേരളത്തിൽ പിണറായി കേസെടുക്കുന്നു. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയനെന്നും അക്രമത്തിന് ആഹ്വാനം ചെയ്തത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണമെന്നും ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തിയത് രക്ഷിക്കാൻ തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ബഹിഷ്കരണം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. LDF നേതാക്കൾക്ക് പോലും നവകേരള സദസ്സിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. തോമസ് ചാഴിക്കാടൻ, ശൈലജ ടീച്ചർ എന്നിവർ അപമാനിക്കപ്പെട്ടത് കേരളം കണ്ടു. മുഹമ്മദ് റിയാസ് തനിക്കെതിരെ സംസാരിക്കുന്നത് ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. മുഖ്യമന്ത്രിയെ മറ്റു മന്ത്രിമാർ സംരക്ഷിക്കുന്നില്ലെന്നും മരുമകനെങ്കിലും സംരക്ഷിക്കട്ടെ എന്നും അദ്ദേഹം പരിഹസിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും പിണറായിക്കെതിരെ കേസെടുക്കാത്ത സംസ്ഥാനത്ത് ഒന്നും ചെയ്യാത്തവർക്കെതിരെ കേസെടുക്കാൻ പറയുമ്പോൾ എന്ത് നിയമവും നിയമവാഴ്ചയുമാണ് ഇവിടെയുള്ളതെന്ന് സുധാകരനും പറഞ്ഞു. യൂത്ത് കോൺഗ്രസിനെതിരെ വധശ്രമത്തിന് കേസെടുത്തതിനെക്കുറിച്ച് സുധാകരൻ പ്രതികരിക്കുകയായിരുന്നു. പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും കൊലയാളിയുടെ മനസ്സാണ് അയാൾക്കുള്ളതെന്നും എത്രയോ കാലമായി പറയുന്നു. എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും മറ്റ് വാതകങ്ങളും ഉപയോഗിച്ചതെന്ന് വിശ്വസിക്കുന്നുവെന്നും സുധാകരൻ ആരോപിച്ചു. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥനാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെന്ന് നിങ്ങൾ ഓർക്കണം. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ രാമകൃഷ്ണന്റെ കൊലപാതകം ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ള കൊലപാതകമാണ്. ആ കേസ് സാക്ഷി പറയാൻ ആളില്ലാത്തതിനാൽ തള്ളിപ്പോയതാണെന്നും സുധാകരൻ പറഞ്ഞു. 6 MLA-മാർ, MP-മാർ, മുൻ മന്ത്രിമാർ എന്നിവരെല്ലാം നിൽക്കെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ സ്റ്റേജിനടിയിൽ വീണ ടിയർ ഗ്യാസ് പൊട്ടിയില്ല. എന്നാൽ അത് പൊട്ടിയിരുന്നുവെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബാക്കിയുണ്ടാവുമായിരുന്നു. എന്നിട്ടും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഭ്രാന്തല്ലേ എന്നും സുധാകരൻ ചോദിച്ചു. കരിങ്കൊടി കാണിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന കാര്യമാണ്. കരിങ്കൊടി കാണിക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും ഭയപ്പാട്? എന്തിനാണ് ഇത്രയും ആശങ്ക? കേസെടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ട. ബോംബ് പൊട്ടിച്ചും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. സർ CPയുടെ കാലത്തോ ബ്രിട്ടീഷ് ഭരണകാലത്തോ ഉണ്ടാകാത്ത അത്രയും ക്രൂരവും ഞെട്ടിപ്പിക്കുന്നതുമാണ് ഈ സംഭവമെന്ന് പറയാതെ വയ്യെന്നും സുധാകരൻ പറഞ്ഞു. പോലീസ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് CPMന്റെ കൊട്ടേഷനാണ്. AKG സെന്ററിന്റെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള P ശശിയുടെയും നിർദ്ദേശമാണ്. DGP നോക്കുകുത്തിയായ ഒരു പാവം പ്രതിമയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. അവർ ഗുണ്ടകളാണ്. അവരാണ് ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചതെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി കലാപാഹ്വാനം ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല. പകരം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച തനിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും കേസെടുത്തു. എന്തിനാണ് തനിക്കെതിരെ കേസെടുത്തതെന്നറിയില്ല. എന്താണ് താൻ ചെയ്ത കുറ്റമെന്നറിയില്ലെന്നും സുധാകരൻ പറഞ്ഞു. പോലീസ് നടപടിക്കെതിരെ 27-ന് വൻ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫാസിസ്റ്റ് വിമോചന സമരസമിതി എന്നാണ് പേരിട്ടിരിക്കുന്നത്. തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കും. 2024-ന് പിണറായിക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും. ഇതോടൊപ്പം പോലീസ് നടപടിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടാൻ പോവുകയാണെന്നും അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്നും സുധാകരൻ വ്യക്തമാക്കി.